السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥന ക്ലാസ്സാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമ്മളിന്ന് പറയുന്ന പ്രാർത്ഥനയുടെ പേപ്പർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷകരമായ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്ര മധ്യേ പെട്ടെന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് വണ്ടിയുടെ ദഫ്തർ എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട്, ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ട്, എക്കാമ തീർന്നിട്ടുണ്ട്. പിന്നെ ആ യാത്രയുടെ സന്തോഷം എത്ര ഉണ്ടാവും? നിമിഷ നേരം കൊണ്ട് കെട്ടടങ്ങിപ്പോവും, അല്ലേ? കെട്ടടങ്ങിപ്പോവും. അതറിയുന്നതോടുകൂടി അതുവരെ ഓക്കെയാണ്, പക്ഷേ എന്നോ എക്സ്പയർ ആയി പോയിട്ടുണ്ട്, അതുവരെ നമ്മൾ അറിയാത്തത് കൊണ്ട് അങ്ങനെ പോവാണ്. യാത്രാ മധ്യയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതോടുകൂടി എല്ലാ സന്തോഷവും പോകും. വീണ്ടും നമ്മൾ പേടിയോട് കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം തിരിച്ചറിയുന്നു ഫ്രണ്ടിലൊരു കുറച്ചപ്പുറത്തുണ്ട് ഒരു ചെക്കിംഗ് ഉണ്ട്. അതോടുകൂടി എല്ലാ നിർഭയത്വവും അവിടെ തീരും, അല്ലേ? പിന്നെ അങ്ങോട്ട് കൈകൾ വിറയ്ക്കാൻ തുടങ്ങും, വണ്ടി മൂവാതിരിക്കും, ആകെ ടെൻഷനാവും. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്, നേരത്തെ പോലുള്ള യാത്ര. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കാണുന്നു ഒരു ബോർഡ്. എല്ലാ പേപ്പറുകളും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്താ നമ്മൾ ചെയ്യുക? എന്താ ചെയ്യുക? മൈൻഡ് ചെയ്യാണ്ട് പോവോ? ഇല്ല. നിങ്ങളുടെ ലൈസൻസ് എക്സ്പയർ ആയിട്ടുണ്ടോ? അതവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും അന്നപ്പോൾ തന്നെ സ്പോട്ടിൽ. എക്കാമ അവിടെ നിന്ന് തന്നെ അടിക്കാൻ പറ്റും, വണ്ടിയുടെ ദഫ്തർ അവിടെ നിന്ന് തന്നെ പുതുക്കാൻ പറ്റും എന്നുള്ളൊരു ബോർഡ് കാണുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? എന്താ നമ്മൾ ചെയ്യുക? പെട്ടെന്ന് തന്നെ അവിടേക്ക് വണ്ടി, അല്ലേ? ഭയങ്കര ആശ്വാസമായിരിക്കും. അവിടെ നിന്ന് പേപ്പറൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മുമ്പോട്ട് പോകും. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്, ഒരു യാത്രയാണ്. ആ യാത്രക്കിടയിൽ ഭൗതികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു ഒരു പരിഹാരം തരികയാണ് നമുക്ക്. ഫുൾ കവർ ഇൻഷുറൻസ്, ഫുൾ കവർ. ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക്, എല്ലാം അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഭൗതികമായ തലങ്ങളിൽ, ആത്മീയമായ തലങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഏത് ചെക്കിങ്ങിലും നിങ്ങൾക്ക് നിർഭയത്വത്തോടു കൂടി മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഫുൾ കവർ ഇൻഷുറൻസ് അള്ളാഹു നമുക്ക് ഓഫർ നൽകും. ഇത് വിശ്വാസിക്ക് മാത്രം. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹു പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. പമ്പർ ടു പമ്പർ എന്ന് പറയാറില്ല, നമ്മൾ നൽകുന്നുണ്ട്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭൗതിക തലങ്ങളിലും ആത്മീയ തലങ്ങളിലും ഇല്ലാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും ഒട്ടനവധി പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്, അല്ലേ? ഇനി ആ പ്രാർത്ഥനകൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാഹിൻ്റെ സംരക്ഷണം ഉണ്ടാവും എന്ന് പറയുന്നു. ഇനി വല്ല ബുദ്ധിമുട്ടും ബാധിച്ചു, ആ ബാധിച്ച ആളുകൾക്ക് ഒട്ടനവധി പ്രതിഫലങ്ങളാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. ഇനി അവൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. നമ്മൾ വയനാട്ടിൽ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാം, ഷഹീദിൻ്റെ കൂലിയാണ്. അശ്ശുഹദാഹു ഖംസുൻ, അല്ലേ? ഷഹീദുകൾ 5 അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാറാവ്യാധികൾ വന്ന് മരിക്കുന്ന ആളുകൾ, ഉദരരോഗം വന്ന് മരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മുങ്ങി മരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ തകർന്നടിഞ്ഞ് മരിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ, അങ്ങനെ പോകുന്ന പാതകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുന്നു. ഇനി വല്ലതുണ്ടെങ്കിൽ അതിനുന്നതമായ പ്രതിഫലം നൽകുന്നു. ഇനി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാൽ അവിടെ നിന്ന് നേരത്തെ കൊടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ
ശത്രുക്കളെ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത്, അല്ലേ? ശത്രുക്കളെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. എന്നാൽ കണ്ടുമുട്ടേണ്ടി വന്നാലോ അവിടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇനി മരണപ്പെടേണ്ടി വന്നാലോ ഷഹീദിൻ്റെ കൂലി. ഇതാണ് ഫുൾ കവർ. സഹോദരന്മാരെ, നമുക്ക് കിട്ടിയ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ, ഒരു ഫുൾ കവറാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. ആ പ്രാർത്ഥന ഒന്ന് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിലുണ്ടാകുന്ന ആത്മീയമായ പ്രശ്നങ്ങൾ, ഭൗതികമായ പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരം അവിടെ ഉണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രഭാതത്തിലും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒഴിവാക്കാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അഫുവാണ്, രണ്ട് ആഫിയത്താണ്. മാപ്പും സൗഖ്യവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, യഖീനിന് ശേഷം ആഫിയത്തിനേക്കാൾ നല്ലൊരു സമ്മാനം ഒരു അടിമക്കും അല്ലാഹു വേറെ കൊടുക്കുന്നില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്ന് കൊണ്ട് ചോദിച്ചു, പ്രവാചകരെ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? അയ്യു ദുആ അഫ്ളൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലില്ലാഹ അൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. നീ അല്ലാഹുവിനോട് ദുനിയാവിലെയും ആഖിറത്തിലെയും മാപ്പിനെയും സൗഖ്യത്തെയും ചോദിക്കുക. ഇത് കേട്ട് അദ്ദേഹം പോയി. പിറ്റേന്ന് വന്നു, പ്രവാചകരെ എനിക്ക് ഏറ്റവും നല്ല പ്രാർത്ഥന പഠിപ്പിച്ചാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ഇദ്ദേഹം വന്നു. മൂന്നാമത്തെ ദിവസവും ഇദ്ദേഹം വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? നീ ഇദാ തസ്അലുല്ലാഹ അൽ അഫ്വ വൽ ആഫിയ, നീ അല്ലാഹുവിനോട് ദുനിയാവിലെയും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും അഫുവിനെയും ആഫിയത്തും നീ ചോദിക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇദാ ഉഅതീതൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, നിനക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും അഫുവും ആഫിയത്തും നിനക്ക് കിട്ടിയാൽ ഫഖദ് അഫ്ലഹ്ത, നീ വിജയിച്ചിരിക്കുന്നു. ഇനി ആ പ്രാർത്ഥനയിലേക്കൊന്ന് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടാകുന്ന പ്രാർത്ഥന എന്താണെന്ന് വായിച്ചു നോക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. ഫുൾ കവറായി, അതിൽ തന്നെയായില്ലേ? അല്ലാഹുവേ, ദുനിയാവിലെയും പരലോകത്തിലെയും മാപ്പും സൗഖ്യവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. പരലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രംഗങ്ങളിൽ അവിടെ നിന്ന് തിന്മകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആ തിന്മകളെല്ലാം എനിക്ക് മാപ്പാക്കണം. ദുനിയാവിൽ സുഖം നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. വീണ്ടും ചോദിക്കുന്നു, എന്താ അടുത്തെന്താ? അല്ലാഹുമ്മ, എല്ലാവരും പറഞ്ഞൂടെ, പേപ്പറല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായി. അല്ലാഹുവേ, എൻ്റെ ദീനിലെയും എൻ്റെ ദുനിയാവിലെയും മാപ്പും അതേപോലെ തന്നെ സൗഖ്യവും ഞാൻ ചോദിക്കുന്നു. നമ്മുടെ ദീനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ട്, അല്ലേ? ദീനിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം എനിക്ക് പരിഹരിച്ചു തരണം. ആ ദീനിൽ എനിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കി തരണം. അതേപോലെ തന്നെ സുഖങ്ങൾ, ദുനിയാവിലെ സുഖങ്ങൾ നീ എനിക്ക് നൽകണം. പിന്നെന്താ? പിന്നെ വ അഹ്ലി വ മാലി. കണ്ടോ, സ്വന്തത്തിൽ ആദ്യം പറഞ്ഞു, ഇനി നേരെ തിരിയാണ്. വ അഹ്ലി വ മാലി. പടച്ചോനെ, എൻ്റെ അഹ്ലുകാരൻ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അഹ്ലുകാരാണല്ലേ? അഹ്ല് ധനമാണ്. അതേപോലെ തന്നെ വമാലി, എൻ്റെ സമ്പത്ത്, അല്ലേ? എൻ്റെ സമ്പത്തിലും എൻ്റെ കുടുംബത്തിലും നീ എന്ത് നൽകണം? അവിടെ വരുന്ന പ്രശ്നങ്ങളെല്ലാം റബ്ബേ ഭാരമാകാതെ, പ്രശ്നമാകാതെ, പ്രതിസന്ധിയാകാതെ എനിക്ക് മാപ്പ് നൽകണം. അഫ്വ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? യഥാർത്ഥത്തിൽ ഒരു പണിഷ്മെൻറ്റിന് ശരിക്ക് അർഹതയുള്ള ഒരാൾക്ക് വിട്ടുവീഴ്ച നൽകുകയും, ഒരു തെറ്റിനാണല്ലോ ഒരു പണിഷ്മെൻ്റ് ഉണ്ടാവുക,
ഈ പണിഷ്മെൻറ്റ് ശരിക്ക് കിട്ടേണ്ട ഒരാൾക്ക് വിട്ടുവീഴ്ച നൽകുകയും എന്നിട്ട് ആ ശിക്ഷ അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതിനാണ് അഫു എന്ന് പറയാം. അഫുവും ആഫിയത്തും അള്ളാഹുവിൻ്റെ രണ്ട് ഉന്നതമായ ഗുണങ്ങളെ ചേർത്ത് വെക്കുന്നതാണ്. ഒന്ന് റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് മാപ്പ്. ആഫിയത്ത് അള്ളാഹുവിൻ്റെ ഹുബ്ബാണ്, അടിമയോടുള്ള അല്ലേ. നിങ്ങൾ നോക്കൂ, തെറ്റുകൾ ചെയ്തിട്ടാണ് അള്ളാഹ് പുറത്തു തരേണ്ടത് നമുക്ക് അല്ലേ. അള്ളാഹുവിനോട് എതിര് ചെയ്യലാണല്ലോ എന്ത് പാപങ്ങൾ എന്ന് പറഞ്ഞാൽ. ആ പാപം അള്ളാഹ് പുറത്തിരുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയാണ് അല്ലേ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം. എന്നിട്ട് നമ്മൾ വീണ്ടും ചോദിക്കണം എന്തെന്ന്, എനിക്ക് പാപം പുറത്താൽ മാത്രം പോരാ, എനിക്ക് സൗഖ്യം വേണം. നമ്മുടെ ഒരു ഗുണവും അള്ളാഹുവിൻ്റെ ഗുണവും തമ്മിലൊന്ന് വെച്ച് നോക്കൂ. ഒരാൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയ ഉന്നതമായ ഒരവസ്ഥയാണ്. എന്നിട്ട് പിന്നെ അവന് സുഖവും സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. അതാണ് റബ്ബിനോട് ചോദിക്കുക. റബ്ബിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളൊക്കെ പഠിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണിത്. മനസ്സിലായോ? അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ അടിമകളോട് അതിയായ ഇഷ്ടമാണ്. ഇതറിഞ്ഞൊരാൾ, ഒരടിമ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. ഉറപ്പായിട്ട് അള്ളാഹ് തരും എന്നുള്ള കാരണം എന്താണ്, അള്ളാഹു റഹ്മാനാണ്, ഉറപ്പാണ് അള്ളാഹു റഹ്മാനാണ്. അതെനിക്ക് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. പിന്നെയോ എനിക്ക് സുഖം വേണം, എല്ലാത്തിലും സുഖം വേണം, എല്ലാത്തിലും അത് അള്ളാഹു നൽകുമെന്നുള്ള ഉറപ്പാണ്. വ അഹ്ലി വ മാലി അല്ലേ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മക്കളെ നോക്കുമ്പോൾ, നമ്മൾ ഭാര്യനെ നോക്കുമ്പോൾ, ഉമ്മനെ നോക്കുമ്പോൾ, വാപ്പനെ നോക്കുമ്പോൾ ഉറപ്പാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാവും, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. കാരണം എന്താ, മകൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ദീനി വ ദുനിയായി വ അഹ്ലി വ മാലി. അവിടെ കവർ ചെയ്തു. ഇനി എന്താ വേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവേ ഇസ്തുർ ഔറാത്തി. നമ്മുടെ ന്യൂനതങ്ങാൻ വിസിബിളായുണ്ടല്ലോ, എല്ലാം അഡ്രസ്സേ പോയി നമ്മളെ അല്ലേ, നമ്മുടെ അഡ്രസ്സേ പോയി. നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മളെ സമൂഹത്തിനെങ്ങാൻ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യാണ്. അല്ലാഹുവേ അല്ലാഹുമ്മ ഇസ്തുർ ഔറാത്തി, എൻ്റെ ന്യൂനതകളെല്ലാം പഠിച്ചവനെ നീ മറച്ചു വെക്കണേ, ന്യൂനതകളെല്ലാം മറച്ചു വെക്കണേ. നിന്നോട് നിനക്കറിയുന്നതാണ്, അത് നീ പുറത്തു തരണം. അതുമാത്രമല്ല, നീ മറച്ചും വെക്കണം. വ ആമിൻ റൗആത്തി, ബേജാറാണ് യാത്രയിൽ, എന്ത് സംഭവിക്കും, തീർന്നോ, കയറ്റിവിടോ എന്നൊക്കെയുള്ള പേടിയാണ് അല്ലേ. അള്ളാഹു പറയാണ് വ ആമിൻ റൗആത്തി. അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ എനിക്കെന്ത് വേണം, എൻ്റെ പേടിയിൽ, ഭയപ്പാടിൽ നിർഭയത്വം വേണം. ആരാണ് അള്ളാഹു അല്ലാതെ നമുക്ക് നിർഭയത്വം നൽകാനുള്ളത്? ഒരു വേദന വന്നാൽ മതി എവിടുന്നെങ്കിലും അല്ലേ, അപ്രതീക്ഷിതമായ ഒരു ഇരച്ച് കയറൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ വന്നാൽ മതി, തളർന്ന് തരിപ്പണായി പോകും നമ്മൾ. അല്ലാഹുവേ അല്ലാഹുമ്മ, അല്ലാഹുവേ ആമിർ റൗആത്തി, എനിക്ക് പേടിയുണ്ട് അല്ലേ. വയനാടിൻ്റെ ദുരന്തങ്ങൾ, ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് അതേപോലെയുള്ള ദുരന്തങ്ങൾ കടന്നു വരാം. പ്രൊട്ടക്ഷൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. എല്ലാം റെഡിയായി നിൽക്കാൻ, തയ്യാറായി നിൽക്കാനുള്ള ഒരു ഉറപ്പ്, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കരുത്തും കൂടിയാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ റെഡിയായി നിൽക്കുന്നത്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും എല്ലാം അള്ളാഹിനോട് ചോദിച്ച് റെഡിയായി നിൽക്കുകയാണ്. എവിടെങ്കിലും വല്ലതും വന്നാൽ ഒരു ചെറിയൊരാശ്വാസമുണ്ട്. ഞാൻ എന്നും അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. അതാണ് വ ആമിർ റൗആത്തി. ഇനിയോ എന്തും സംഭവിക്കാം. നിർഭയരായി സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങിയ ആളുകളാണ് എല്ലാം തകർന്ന് തരിപ്പണമായി ഒന്നും അല്ലാതായിപ്പോയത്. അള്ളാഹിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഇഹ്ഫദ്നി, അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണമേ. എവിടെ നോക്കാ? മീൻ ബൈന, നോക്കി എന്താണ് ബൈന യദയ്യ, മുമ്പ് കൂടെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പഠിച്ചോനെ നീ നോക്കിക്കോളെ. വമിൻ ഖൽഫി, പിന്നിലൂടെ വരുന്ന എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹുവേ നോക്കിക്കൊള്ളണേ, എന്നെ സംരക്ഷിക്കണേ. പിന്നെയോ വ അൻ യമീനി വ അൻ ശിമാലി, പഠിച്ചോനെ ഇടതുഭാഗത്തു നിന്നും
വലതുഭാഗത്തു നിന്ന് വരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ കാത്തോളണേ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പുറത്തേക്കിറങ്ങുന്ന ആൾക്ക് എന്തൊരു നിർഭയത്വമാണ്, നിർഭയത്വം തന്നെയാണ്. പിന്നെയോ വഅഊദു ബിക അൻ നുഗ്താല വമിൻ ഫൗഖി, മുകളിൽ നിന്ന് വരുന്ന അപ്പം മുമ്പിലായി, പിന്നിലായി, ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി, മുകളിലായി. പിന്നെയോ ഇനി എവിടെ ഉള്ളത്? വഅഊദു ബിക അൻ നുഗ്താല മിൻ തഹ്തി, പടച്ചോനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കണം. വേറൊരു റിപ്പോർട്ട് കാണാം വഅഊദു ബിഅളമതിക, നിന്റെ മഹത്വം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. എന്ത്? തായ് ഭാഗത്ത് നിന്നും വഞ്ചിക്കപ്പെടുന്നതിൽ. അതായത് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത് എന്താണെന്നറിയോ? ഭൂമി വളർന്ന് താഴോട്ടായി പോവുക, അങ്ങനെ സംഭവിക്കാം. സിൽസാൽ, ഭൂകമ്പങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ കാത്ത് രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇനി എവിടെയാണൊന്ന് വിട്ടുപോയതുണ്ടോന്ന് ആ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളെ കവർ ചെയ്യുന്ന, നമുക്ക് അള്ളാഹിനോട് ചോദിക്കേണ്ടുന്ന ഇന്നൊരു കാര്യം കൂടി അതിൽ വേണ്ടിയിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഭാഗമുണ്ടോ? ഉണ്ടോ? ഇല്ല, ഫുൾ കവറാണ്. ഇതിനേക്കാൾ നല്ലൊരു ചോദ്യം എന്താണത്? ചെറിയൊരു ചോദ്യം എല്ലാം കവർ ചെയ്തിരിക്കുന്നു. ഒന്നുകൂടി പ്രാർത്ഥിച്ചു നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ അറിയോ, നമ്മളിങ്ങനെ പേടിയോടുകൂടി പോകുമ്പോൾ എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞ ബോർഡ് കാണുമ്പോൾ എന്തായാലും അവിടെ കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നാലും കുറച്ച് വെയിൽ കൊള്ളേണ്ടി വന്നാലും നമ്മൾ അവിടെ നിൽക്കൂലേ? ഇതേപോലെ ഒരല്പം ടൈം എടുത്തിട്ട് ഇതൊന്ന് പഠിച്ചാളി. കുറേ ആളുകൾക്ക് പ്രാർത്ഥന അറിയണ്ടാവും അല്ലേ? ആ വെയിലത്ത് ക്യൂ നിൽക്കേണ്ട പ്രയാസം ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്തിട്ട് രാവിലെയും വൈകുന്നേരം ഇരുന്ന് ചൊല്ലി വെക്കാൻ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ പഠിച്ചാൽ വല്ലാത്തൊരാശ്വാസമായിക്കോട്ടോ. രാവിലെയും വൈകുന്നേരവും ഇതിങ്ങോട്ട് ചെല്ലിയാൽ നമ്മൾ എന്തായി? പ്രൊട്ടക്റ്റഡായി. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി എല്ലാവരും കൂടി അത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായി വഅഹ്ലി വമാലി. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി. എന്താ അല്ലാഹുമ്മ സ്തുർ ഔറാത്തി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണേ. പിന്നെയോ വആമിർ റൗആത്തി. എന്താ വആമിർ റൗആത്തി എന്ന് പറഞ്ഞാൽ ഭയപ്പാടുകളിൽ എനിക്ക് എന്ത് ചെയ്യണം? നിർഭയത്വം നൽകണം. പിന്നെയോ ഫഹ്ഫദ്നി, അല്ലേ? അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ. ബൈന യദയ്യ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പിൽ. വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ഷിമാലി വമിൻ ഫൗഖി. പിന്നീട് ബാക്കിയുള്ളത് അവസാനത്തത് വഅഊദു ബിക അൻ ഉഗ്താല മിൻ തഹ്തി. എന്താ ഉഗ്താല മിൻ തഹ്തി എന്ന് പറഞ്ഞാൽ? താഴ്ന്നുണ്ടാകുന്ന വഞ്ചിക്കപ്പെടും. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ രണ്ടർത്ഥം പറഞ്ഞത്? ഒന്ന് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുക, അല്ലെങ്കിൽ ഭൂകമ്പങ്ങളും അതേപോലെയുള്ള വല്ലതും സംഭവിക്കുന്നതിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണേ. അപ്പോൾ ഇത്രയും നല്ലൊരു പ്രാർത്ഥനയാണ്. അത് പൊതുവേ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടി ചുരുത്തി മടക്കി പോക്കറ്റിലിടും അല്ലേ? പിന്നെയോ അത് അവിടെ എവിടെയെങ്കിലും പോകും. പേപ്പറുകൾ റെഡിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അത് മനഃപ്പാടമാക്കി പ്രാർത്ഥിക്കട്ടെ അല്ലേ? നമ്മളൊക്കെ എല്ലാവരും അള്ളാഹുവിൻ്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ച് ഇനി മരണം വരെ ഈ പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ടാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.